എടപ്പള്ളി അഞ്ചുമന ദേവീക്ഷേത്രത്തിനടുത്ത് NH ബൈപ്പാസിൻ്റെ സർവീസ് റോഡിൽ 40-ലേറെ വർഷമായി എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതിയായിരുന്ന ദിനേശൻ എന്ന് പറയുന്നയാളും അദ്ദേഹത്തിൻ്റെ കുടുംബവും താമസിച്ചു വരികയായിരുന്നു. ദിനേശൻ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും ഇപ്പോൾ അവിടെ താമസിക്കുകയാണ്. CI2 നേതാവായിരുന്ന KN രവീന്ദ്രനാഥിൻ്റെ സഹോദരി കുടികിടപ്പായി കൊടുത്ത സ്ഥലത്താണ് ഇവർ താമസിച്ചിരുന്നത്. ഈ സ്ഥലം കഴിഞ്ഞ 22 വർഷമോ 23 വർഷമോ മുമ്പ് ഇന്നലെ ഈ ഭൂമിയിൽ പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പേരുയർന്നു വന്ന രാമകൃഷ്ണൻ എന്ന് പറയുന്നയാൾ വാങ്ങിയതായിട്ടാണ് എനിക്കുള്ള അറിവ്. അപ്പോൾ ഈ കുടികിടപ്പുകാരനെയും കൂടെ കൂടിയാണ് ഇയാൾ വിലയ്ക്ക് വാങ്ങിയെന്നാണ് ഇയാളുടെ വാദം. കുടികിടപ്പുകാരന് റേഷൻ കാർഡും ഒരു കോർപ്പറേഷനിലെ നമ്പർ ഒഴികെ ഒരു രേഖയില്ല. കുടികിടപ്പിൻ്റേതായിട്ടോ കുടികിടപ്പ് കിട്ടിയതായിട്ടോ ഈ രാമകൃഷ്ണൻ വാങ്ങിയതിന് ശേഷമോ ഒരു രേഖയില്ല. രാമകൃഷ്ണൻ്റെ വാദം, ഈ സ്ഥലം ഞാൻ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളതാണ്, ഇവിടെ ഉള്ള ഈ വീട്ട് അനധികൃതമാണ്, അവർ ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ്. 17 or 18 തവണ ഈ ദിനേശൻ്റെ വീട്ടുകാർ, അവർ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇപ്പോഴും അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റുകാരായ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ ആശ്രയിച്ച് 17 or 18 തവണ ഈ പ്രശ്നം പരിഹരിക്കാൻ പാർട്ടി നേതൃത്വം ഇടപെട്ട് പല ശ്രമങ്ങൾ നടക്കുകയുണ്ട്. പലരോടും ചർച്ച നടത്തി. ഞാൻ മനസ്സിലാക്കുന്നത് രാമകൃഷ്ണൻ വാങ്ങുന്നതിന് മുമ്പ് തൊട്ട് ചർച്ച നടന്നിട്ടുണ്ടെന്നാണ്. എന്നോട് പറഞ്ഞത് ശരിയാണെങ്കിൽ മുൻ മേയറായിരുന്ന ദിനേശ് മണി അടക്കം, അതുപോലെ തന്നെ വെണ്ണല പാർട്ടി ഓഫീസിൽ വെച്ച്, പാടിവട്ടം ഓഫീസിൽ വെച്ച് ഒക്കെ എത്രയോ തവണ ചർച്ച നടത്തി. അതുപോലെ തന്നെ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പഴയ കൗൺസിലറായ ഒരു ഗോപി, സിന്ധു, ഇവരുടെ കാലഘട്ടത്തിൽ 2 കൗൺസിലർമാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ തന്നെ 10 വർഷമായി നിരന്തരമായി ചർച്ച നടത്തി. അപ്പോഴൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തെ ധരിപ്പിച്ചിരുന്നത് വലിയ തുക കിട്ടും, അത് ധാരണയാവും, ഞങ്ങളത് വാങ്ങിത്തരും എന്നാണ്. എന്നാൽ ഈ 10-17 പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും 22 വർഷം പിന്നിട്ടിട്ടും ഒരു ധാരണയും ഒരു എഗ്രിമെൻറ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 1 രൂപ പോലും ഇവർക്ക് വാങ്ങിക്കൊടുക്കാനും പറ്റി. എനിക്ക് ഇവരുമായിട്ടുള്ളൊരു ബന്ധം, ഇവരുടെ ഇളയ മകൻ ബാബു എന്ന് വീട്ടിൽ വിളിക്കുന്ന രാജശേഖരൻ, ഒരു 2001-2006 ഞാൻ MLA ആയിരിക്കുമ്പോൾ കുറച്ച് നാൾ എൻ്റെ ഡ്രൈവറായിരുന്നു. അയാൾ പിന്നീട് മരണപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ വീട്ടിലൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കാണും. ഇവർക്ക് അവിടെ ഒരു ചെറിയ ചായക്കടയും അവിടെ തന്നെ ഒരു താമസവും, ഒരു ചെറിയൊരു കുടിൽ പോലെ എന്ന് വേണേൽ പറയും. എന്നാൽ ഇവർ കഴിഞ്ഞ ദിവസം അവിടുത്തെ വാർഡ് കൗൺസിലർ കൂടി വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെയുള്ള മൂത്ത സഹോദരൻ രാജീവും ഇളയ സഹോദരൻ ദിലീപും കൂടി എന്നെ കാണുന്നു. കഴിഞ്ഞ മാസം അവസാനം എന്നോട് പറഞ്ഞു, ഈ കാര്യം പറഞ്ഞു, ഞങ്ങൾ പിതാവ് ഇന്നതാണ്, ഞങ്ങൾ ഇത്ര നാൾ ഇവിടെ താമസിക്കുകയാണ്, പല നേതാക്കളും ചർച്ച ചെയ്തു, ഒരു പരിഹാരം ഉണ്ടായില്ല. അവസാനം ഈ രാമകൃഷ്ണൻ ഇവരെ കാണാൻ ചെന്നു. രാമകൃഷ്ണൻ ഈ സ്ഥലം എന്തോ വിൽക്കുകയോ എന്തോ ചെയ്തു എന്ന് തോന്നുന്നു, വിൽക്കുകയോ അല്ലെ എന്തെങ്കിലും അവിടെ എന്തോ തുടങ്ങാൻ പോവുക. അപ്പോൾ നമുക്ക് ഒരു ധാരണയാകാം എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ പറഞ്ഞ് 50 ലക്ഷം കൊടുക്കാം, 60 ലക്ഷം കൊടുക്കാം, 70 ലക്ഷം കൊടുക്കാം എന്നൊക്കെ തന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം 2 കൂട്ടരും 80 ലക്ഷം രൂപയ്ക്ക് സമ്മതിച്ചു. ഞങ്ങൾ 80 ലക്ഷം രൂപയ്ക്ക് സമ്മതിച്ചു എന്ന് പറയാനാണ് എൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ അർത്ഥം, ഞാൻ ചർച്ച നടത്തി തീരുമാനിച്ചാലല്ല 80 ലക്ഷം. ഈ പണം കൊടുക്കേണ്ട വീട്ടുകാരും രാമകൃഷ്ണൻ തമ്മിൽ മാത്രം ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. വേറെ ആരെങ്കിലും ബന്ധപ്പെട്ടോ എന്ന് എനിക്കറിയാം.
ഈ വിവരം എന്നോട് പറയണം. എന്നിട്ട് എന്നോട് ആവശ്യപ്പെടുന്നത് രാമകൃഷ്ണൻ എന്ന് വിളിക്കണം. അപ്പം ഞാൻ പറഞ്ഞു രാമകൃഷ്ണനോട് എന്നെ വിളിക്കാൻ പറയാൻ പറ്റും. ഏതായാലും പിറ്റേ ദിവസം ഈ രാമകൃഷ്ണൻ എന്നെ വിളിക്കും. എന്നോട് പറയുന്നു, ഒത്തിരി നാളായിട്ട് തീരാതെ കിടന്നൊരു പ്രശ്നമാണ് MLA, ഞങ്ങൾ അങ്ങനെ തീർക്കാനിരിക്കാതെ ഒന്ന് MLA ഒരു മധ്യസ്ഥം വഹിച്ചാൽ സന്തോഷം. ഞാൻ പറഞ്ഞു തയ്യാറാണ്, കാരണം എനിക്കൊരു ബന്ധമുണ്ടല്ലോ. അപ്പം ഞാൻ രാമകൃഷ്ണനോട് പറഞ്ഞു എവിടെ ഇരുന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ MLA ഓഫീസിൽ വരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു MLA ഓഫീസിൽ ഇരുന്ന് സംസാരിക്കാൻ ഉണ്ടാകില്ല, എനിക്കൂടെ ബന്ധമുള്ള ഈ മരിച്ചുപോയ ബാബുവിൻ്റെ വീട്ടിലിരുന്ന് സംസാരിക്കാമെന്നു. അപ്പോൾ അവിടെ സൗകര്യം ഇല്ല എന്നൊക്കെ ഈ രാമകൃഷ്ണൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമുള്ള സൗകര്യം മതി. അപ്പം ഞാൻ പറഞ്ഞു അവിടുത്തെ വാർഡ് കൗൺസിലറെ വിളിക്കണം, അവിടുത്തെ റെസിഡൻ്റ് അസോസിയേഷൻ്റെ ആളുകളെ വിളിക്കണം, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ വിളിക്കണം, പിന്നെ നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും താല്പര്യമുള്ളവരൊക്കെ വിളിക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2/10/2020 അവിടെ ഞങ്ങൾ ചർച്ചയ്ക്ക് പോയി. രാവിലെ 10 മണിക്ക് ഏകദേശം 3/4 മണിക്കൂർ ചർച്ച ചെയ്ത്. അപ്പോഴും ഇവർ പറയുന്നുണ്ട് 80 ലക്ഷം ഞങ്ങൾ സമ്മതിച്ചിട്ടുള്ളതാണ്, പിന്നെ അതെങ്ങനെ കൈമാറും അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ച് ഒരു ധാരണയിലെത്തി. ധാരണ ഇങ്ങനെയായിരുന്നു, അതായത് ഈ അമ്മയ്ക്ക്, ഈ ദിനേശൻ്റെ ഭാര്യയായ തങ്കമണിക്ക് ഏകദേശം തങ്കമണി ദിനേശന് 38 ലക്ഷം രൂപ ഈ രാമകൃഷ്ണൻ കൊടുക്കണം. 38 ലക്ഷം രൂപ ഈ രാമകൃഷ്ണൻ കൊടുക്കുമ്പോൾ അതിൽ ഒരു വീതം മരിച്ചുപോയ മകൻ്റെ ഭാര്യയ്ക്ക് ഈ അമ്മ കൊടുക്കണം. അതിൽ തന്നെ ഒരു വിഹിതം ഈ ഒരു പെങ്ങളുണ്ട് ഷീജ, അവർക്ക് കൊടുക്കണം. ബാക്കി തുക അമ്മയ്ക്ക് എടുക്കാം. ഈ 38 ലക്ഷം രൂപ ഇതാണ്. അപ്പോൾ രണ്ടാമത്തെ കരാർ എന്ന് പറയുന്നത് ഈ രാജീവനുമായിട്ടാണ്. രാജീവൻ്റെ കരാറിൽ 25 ലക്ഷം രൂപ അതിന് കൊടുക്കും. മൂന്നാമത്തെ കരാർ ദിലീപ് ആയിട്ടാണ്, അയാൾക്ക് 17 ലക്ഷം രൂപ കൊടുക്കും. ഈ പറയുന്ന എല്ലാ ഇതിൻ്റെ അകത്തെയും ഒരു പ്രധാനപ്പെട്ട വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാം പാർട്ടി രണ്ടാം പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന സമയം കെട്ടിടത്തിൽ നിന്നും മാറി കെട്ടിടം പൊളിച്ച് ഇലക്ട്രിക് വാട്ടർ കണക്ഷൻ എന്നിവ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതും D38,000 രൂപയിൽ നിന്ന് മകൾ ഷീജ എന്നുള്ളവർക്ക് കൊടുക്കേണ്ടതാണ്. ഇതാണ് കരാർ, അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഈ ചർച്ചയിൽ വാർഡ് കൗൺസിലർ ജോസഫ് അലക്സ് ഉണ്ട്, പ്രസിഡന്റ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ഷൈജൻ അഞ്ചുമനയുണ്ട്, ഷൈൻ അഞ്ചുമലയുണ്ട്, പിന്നെ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും ഇവരുടെ കുടുംബ സുഹൃത്തുമായ ഗിരീശനുണ്ട്, പിന്നെ ഇവരുടെ ബന്ധുക്കളായിട്ട് കുറേ പേരുണ്ട്. ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിൽ രഹസ്യ ചർച്ചയൊന്നുമല്ല. അപ്പം ഇങ്ങനെ ഒരു ധാരണയായി കഴിഞ്ഞപ്പം ഇതിന് മുദ്രപത്രം മേടിക്കാനും ഇത് ഒരു വക്കീലിനെ കണ്ടു വേണമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ആധാരം എഴുതുന്ന ഒരാളെ കണ്ടാണെങ്കിൽ അങ്ങനെ, ഇത് തയ്യാറാക്കാനുള്ള ചുമതല രാജീവിനെ ഏൽപ്പിക്കുകയാണ്. എല്ലാവരും കൂടെ സമ്മതിച്ചു. അപ്പം അത് ധാരണയായി. അങ്ങനെ ധാരണയായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് 8-ാം തീയതി രാവിലെ 10 മണിക്ക് ഇതേ വീട്ടിൽ തന്നെ കൂടാം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ 2-ാം തീയതി തീരുമാനിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 8-ാം തീയതി രാവിലെ 10 മണിക്ക് ഞാൻ അങ്ങോട്ട് പോകാനായി, ഞാനിവിടെ ഓഫീസിലുണ്ട്, പോകാനായിട്ട് ഇരിക്കുമ്പം ഈ രാമകൃഷ്ണൻ എന്നെ വിളിച്ചു പറഞ്ഞു, അവർ വീട് മാറിപ്പോകുന്നതിന് എന്തോ ഒരു മുഹൂർത്തമോ ഉണ്ട്. അത് അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല, രാമകൃഷ്ണൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് MLA 11 മണിക്ക് വന്നാൽ മതി. അപ്പോൾ എനിക്ക് 11 മണിക്ക് ഞാനൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു 10 മണി തൊട്ട് 11 മണി വരെയാണ് എനിക്ക് 1 മണിക്കൂർ അവിടെ ഇരിക്കാൻ പറ്റും, 11 എനിക്കൊരു 10 മിനിറ്റ് കൂടി ചിലവഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേറെ ഒരു ദിവസം മാറ്റാമെന്ന് പറഞ്ഞു. എല്ലാവരും വരും എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വീണ്ടും എനിക്ക് ഫോൺ വന്നു. നമ്മൾ അന്നിരുന്ന വീട്ടിലല്ല ഇരിക്കുന്നത്, അവരുടെ ഇളയ മകൻ
ദിനേശൻ ഒരു വെള്ളമൊന്ന് ഏകദേശം അകലെ ഒരു വീട് താമസമുണ്ട്, അവിടെ വെച്ചാണ്. അപ്പോൾ എനിക്ക് ആ വീട് അറിയത്തില്ല. അപ്പം ഞാൻ ഇവരുടെ ഇപ്പോഴത്തെ നിലവിലുള്ള വീടിൻ്റെ അടുത്ത് വണ്ടി കൊണ്ട് ചെന്ന് എന്നെ കാത്ത അവിടെ ഒരാൾ നിന്ന് എൻ്റെ വണ്ടിയിൽ കയറി ഞങ്ങൾ ഇവിടെ ചെന്നു. അപ്പം വണ്ടി എൻ്റെ ഇന്നോവ വണ്ടി ചെല്ലുന്നിടത്തുനിന്ന് ഒരു 75 മീറ്റർ ഒരു ചെറിയ റോഡിൽ കൂടെ കയറുമ്പോൾ ഇടതുവശത്ത് ഒരു ചെറിയ കുടിലാതും. ഞാൻ ചെല്ലുമ്പോൾ ഈ വീടിനകത്ത് കുടുംബാംഗങ്ങളോടൊപ്പം ഈ രാമകൃഷ്ണൻ്റെ ഒരു മാനേജർ, അയാളുടെ വേറെ ഒരു ജോലിക്കാരനോ മറ്റോ അങ്ങനെ 2-3 പേര്, ഈ കുടുംബാംഗങ്ങളെല്ലാം, പിന്നെ ഈ ഗിരീശൻ എന്ന് പറയുന്ന CPM ബ്രാഞ്ച് സെക്രട്ടറി, വാർഡ് കൗൺസിലർ ജോസഫ് അലക്സ്, ഈ നമ്മുടെ ഷൈൻ അഞ്ചുമന, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. ഈ വീട്ടുകാരും അവരുടെ കുറേ ബന്ധുക്കളൊക്കെ ഉണ്ട്. എല്ലാം കൂടി ഒരു 10-11 പിള്ളേർ സഹിതം ഒരു 15 പേര് താഴെയുണ്ട്. അപ്പോൾ ചെന്നുടനെ ഈ കരാറല്ല, ഇതിൻ്റെ ഫോട്ടോ കോപ്പിയോ കരാറെടുത്തു. ചെന്ന് അപ്പം തന്നെ അപ്പോൾ ഇവരുടെ അമ്മ തീരെ സുഖമില്ലായിരിക്കും, അമ്മയെ ഒരു കസേരയെ കൊണ്ടിരുത്തി. അപ്പം ഞാൻ കരാർ എല്ലാവരുടെയും അറിവിലേക്കായി വായിക്കുന്നു എന്ന് പറഞ്ഞ് 2020 ആണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഈ കരാർ ഒച്ചയെ വായിക്കുകയാണ്. ഈ 3 കരാറും വായിച്ചു കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം. ഒരു അഭിപ്രായ വ്യത്യാസമില്ല എങ്കിൽ ശരി, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ CPM നേതാവ് എന്നോട് പറഞ്ഞു, അപ്പം ഈ 2 ബാഗ് ഈ രാമകൃഷ്ണൻ കാണിച്ചു, ഈ ബാഗിൽ പണമാണ് എന്ന് പറഞ്ഞു, പണം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഈ CPM നേതാവ് എന്നോട് പറഞ്ഞ, അങ്ങനെയാണെങ്കിൽ MLA ഈ ബാഗ് ഒന്ന് ഈ അമ്മയ്ക്ക് കൈമാറി കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു, അത് എൻ്റെ പണിയല്ല, അത് അവർ തമ്മിൽ ചെയ്യേണ്ടിയിരുന്നു. അപ്പം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് ഇവരുടെ വീട്ടുകാർ ഒരു കാപ്പി കുടിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞൊരു കാപ്പിയായിട്ട് വന്നു. ഞാൻ ഈ കാപ്പി കുടിക്കുന്ന സമയത്ത് ഇവർ ഈ രാമകൃഷ്ണൻ ഈ അമ്മയുടെ കയ്യിലേക്ക് എയർ ബാഗ് പോലൊരു ബാഗ് അങ്ങോട്ട് കൈമാറി. അദ്ദേഹം ഒരു സാരി ഈ അമ്മയ്ക്ക് കൊടുത്തിട്ട് അവരുടെ കാല് തൊട്ട് വന്ദിച്ചു. പിന്നെ ഒരു സാരി അവർ വീട്ടിലെ ഒരു സ്ത്രീക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഉടനെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇതോടനുബന്ധിച്ച് വേറൊരു ചെറിയ കാര്യം കൂടെയുണ്ട്. ഈ എടപ്പള്ളി ദേവീ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിക്കാർ ഈ കെട്ടിടം അവിടുന്ന് പൊളിക്കാൻ പോകുന്നു, ഇങ്ങനെ കരാറുണ്ടായി എന്നറിഞ്ഞപ്പം അവരൊരാവശ്യം ഉന്നയിച്ചു. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ അമ്പലത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഇങ്ങനൊരു വഴിയാണ്. ഇത് ഹൈവേ, ഇത് സർവീസ് റോഡ്, ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെയാണ് ഈ കെട്ടിടം ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്കിവിടെ ഒരു കമാനം വെക്കണം. കമാനം വെക്കണമെങ്കിൽ അല്പം വണ്ടിയൊക്കെ തട്ടാതിരിക്കണമെങ്കിൽ ഒരല്പം സ്ഥലം ഇങ്ങനെ കിട്ടണം. ബെൽമൗത്ത് എന്ന് പറയും. അപ്പോൾ ഈ ബെൽമൗത്ത് ഒന്ന് ഈ കെട്ടിടം പൊളിക്കുമ്പോൾ എന്തായാലും ഒരു 2 അടിയോ വല്ലതും കൂടെ കിട്ടുകയാണെങ്കിൽ ഒരു ബെൽമൗത്ത് തരണമെന്ന് പറഞ്ഞ് എനിക്കൊരു അപേക്ഷ തന്നിരുന്നു. അപ്പം ഞാൻ ഈ അമ്പല കമ്മിറ്റിക്കാരോട് അവിടെ വരാൻ പറഞ്ഞു. ഇതാണ് അഞ്ചുവന ദേവീ ക്ഷേത്രത്തിൻ്റെ അവരുടെ കത്താണ്. അപ്പോൾ ഉടനെ ഇതാണ് അതിൻ്റെ ഒറിജിനൽ, 5-ാം തീയതി എനിക്ക് തന്നൊരു കത്താണ്. അപ്പോൾ ഇവരോട് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞിരുന്നു. ഇവിടെ വരാമെന്ന് പറഞ്ഞാൽ ഈ ചടങ്ങ് നടക്കുന്നത് വരെ ഇവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇവരന്വേഷിച്ച് പിടിച്ച് ഈ വീട്ടിൽ വന്നു. അപ്പം ഞാൻ ഈ കാപ്പി പിടിച്ച് പോകണമെന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേക്കാൻ തുടങ്ങുമ്പം ഈ അമ്പല കമ്മിറ്റിക്കാർ വന്നു എന്ന് പറഞ്ഞ് ഒരാൾ വന്ന് എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഇവർ ചെറിയ വീടാണ്, ഒരു ചെറിയ ഒരു 1 അടിയോ 2 അടിയോ ഉള്ള ഒരു മിറ്റം പോലെ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇത് കഴിഞ്ഞ റോഡാണ്, ഇവർ റോഡിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ശരിയാക്കണം എന്ന് പറഞ്ഞു ഈ രാമകൃഷ്ണൻ. ഉടനെ ഞാൻ ഇവരോട് ഈ അമ്പല കമ്മിറ്റിക്കാരോടൊപ്പം റോഡിൽ നിന്നിട്ട് ഈ രാമകൃഷ്ണനെ ഞാൻ വിളിച്ചപ്പം പുള്ളി അകത്തിരിക്കുക. വിളിച്ചു വന്നു. ഞാൻ പറഞ്ഞു, ഇവർക്കൊരു ബെൽമൗത്ത് കൊടുത്താൽ അമ്പലത്തിനാണ്, നല്ലതാണ് എന്ന് പറഞ്ഞു. ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ വീണ്ടും അകത്തേക്ക് പോയി. ഉടനെ ഞാനും ഈ അമ്പല കമ്മിറ്റിക്കാരും കൂടി, അവരൊരു 6-7 പേരുണ്ട്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ വാർഡ് അവിടുത്തെ കൗൺസിലർ കോൺഗ്രസ്സുകാരനായ ജോസഫ് അലക്സ് ഉണ്ട്. ഇനി റെസിഡൻറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡൻ്റ് ഉണ്ട്. അപ്പോൾ എന്നെ ഈ 75 മീറ്ററിലുള്ള വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് അവർ തിരിച്ചു പോകാനാണ്. അമ്പല കമ്മിറ്റിക്കാരോട് നടന്നൊരു 50 മീറ്റർ മാറുമ്പോൾ വളരെ അടുത്ത് തന്നെ
ഒരു 3-4 പേര് ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്, സ്ത്രീ അടക്കം. അപ്പം ഞാൻ വിചാരിച്ച് അമ്പല കമ്മിറ്റിക്കാരോട് ഒന്നാണെന്ന് ഓർത്ത് അമ്പല കമ്മിറ്റിക്കാരാണോ എന്ന് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ സംഭവം എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇവരോടൊപ്പം നടന്ന് ഞാൻ ഈ വണ്ടിയെ കയറി ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകും. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ ഒറ്റിയിട്ട് ഈ ഇത് പിടിക്കാൻ വന്നിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ അറിയുന്നത്, കാരണം അവർ ആ വീട്ടിലേക്ക് നമ്മൾ ഫോൺ ചെയ്യുന്നതൊന്നും ശരിയല്ലല്ലോ, പിന്നീട് ഞാൻ അറിയുന്നത് ഇവർ പണം എണ്ണിക്കൊണ്ടിരിക്കുമായിരുന്നു. ഉടനെ ഇവർ കയറി പിടിച്ചു. ഈ സമയത്ത് ഈ CPM നേതാവായ ഗിരിജൻ അവിടുന്ന് രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർ രക്ഷപ്പെടാൻ ആരാണ്ട് വേറെ രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അവർ വീട്ടുകാർ തന്നെ തടഞ്ഞ് പോയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഈ രാമകൃഷ്ണൻ എന്തോ നെഞ്ചുവേദന എന്തോ അസ്വസ്ഥത വന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇതാണ് നമ്മൾ അറിയുന്നൊരു വിവരം. പിന്നീട് എനിക്ക് കിട്ടിയൊരു വിവരം, അത് ഔദ്യോഗികമായിട്ട് അറിയേണ്ടതാണ്. എനിക്ക് കിട്ടിയ വിവരം ഞാൻ ചില ചാനലിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളോടും പറയും. ഈ പണം എണ്ണുമ്പോൾ ഇത് 40 ലക്ഷമേ ഉള്ളൂ. അപ്പം ബാക്കി 40 ലക്ഷം 80 ഉണ്ടാകുമെന്നാണ്. ഇനി ഇത് എണ്ണിക്കഴിഞ്ഞ് ഇയാൾ വല്ലയിടത്തും കൊണ്ടുവരാൻ വെച്ചിരിക്കുകയാണ് എന്താണെന്നറിയത്തില്ല. ഏതായാലും 40 ലക്ഷമേ ഉള്ളൂ എന്ന് അറിയാൻ കഴിഞ്ഞു. ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇതിൻ്റെ അകത്തെ പ്രധാന കരാർ എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കരാറ് പൂർത്തിയാകണമെങ്കിൽ ഇതിൻ്റെ അകത്ത് 2 സാക്ഷികൾ വീതം ഇവിടെ ഒപ്പിട്ട് പണം കൈപ്പറ്റുമ്പോൾ ഒപ്പിട്ടുള്ളൂ. ഇതുവരെ ഈ കരാർ ഒപ്പിട്ടിട്ടില്ല. അപ്പം രാമകൃഷ്ണൻ 40 കൊടുത്താലും 10 കൊടുത്താലും 20 കൊടുത്താലും 50 കൊടുത്താലും 80 ലക്ഷം കിട്ടാതെ കരാർ ഒപ്പിടില്ല. അപ്പം രാമകൃഷ്ണൻ എത്ര കൊടുത്തു എന്നുള്ളതിന് അവിടെ പ്രസക്തിയില്ല. കാരണം കൊടുക്കാൻ രാമകൃഷ്ണൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇല്ലെങ്കിൽ കൊടുത്തോണം, എന്നാലേ കരാറുള്ളൂ. ഇതാണ്. അപ്പം ആദ്യമൊക്കെ ഇവരെല്ലാം പണം മാറ്റിയതാണെന്ന് വിചാരിച്ച് ഇൻകം ടാക്സ് ആ വീടൊക്കെ പരിശോധിച്ചു. അപ്പോൾ ഇല്ല. അവസാനം ഇവരുടെ മാനേജറെ ചോദ്യം ചെയ്തപ്പം ഈ പണം വീട്ടിലുണ്ട് എന്നറിഞ്ഞു. അവരവിടെ പോയി ഈ പണം പിടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പണമല്ല, 50 ലക്ഷം വീട്ടിൽ നിന്നും 40 ലക്ഷം ഇവിടെ നിന്നും പിടിച്ചു എന്നാണ് വാർത്ത. പിറ്റേ ദിവസമാണ് എനിക്ക് ഇവരുമായി എന്നെ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റി വിശദമായി, രാത്രി ഒത്തിരി ലേറ്റ് ആകുന്നവരായിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ അകത്ത് സംഭവം. അപ്പോൾ MLA എന്ന നിലയിൽ 47 വർഷമായി പരിഹരിക്കാതെ കിടന്നൊരു പ്രശ്നം പരിഹരിക്കാൻ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണ് ഞാൻ ഇടപെട്ടിട്ടുള്ളത്. നിയമവിരുദ്ധമായി ഒരു കാര്യവും ഞാൻ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ നിലകൊള്ളുന്നത് ഈ എൻ്റെ ഡ്രൈവറുടെ കുടുംബത്തോടൊപ്പം. അവർ കമ്മ്യൂണിസ്റ്റാണെന്ന് അറിഞ്ഞിട്ടുമാണ് നിൽക്കുന്നത്. അവർ കൈപ്പറ്റുന്ന പണം ആരുടെ നിന്ന് കിട്ടുക എന്നുള്ളതിന് ഈ കരാർ മാത്രം മതി. പിന്നെ ഞങ്ങളവിടെയുള്ള 10-15 ആളുകൾ എപ്പോഴും സാക്ഷ്യപ്പെടുത്താൽ അതിൽ കൂടി ഒരു കോടതി, ജനകീയ കോടതിയൊന്നും ഇല്ലല്ലോ, ഉണ്ട്. അപ്പോൾ അവരെ ഒന്നും ചെയ്യാനില്ല ഈ പണത്തിന്. പിന്നെ രാമകൃഷ്ണൻ കൊണ്ടുവന്ന പണം കള്ളപ്പണമാണോ കുഴൽപ്പണമാണോ എന്നുള്ളതാണ്. അതാണെങ്കിൽ അതിനും തെളിവുണ്ട്. രാമകൃഷ്ണൻ ഇന്നാളുള്ള കാശ് മേടിക്കും, വേറെ ആരോടെ കാശ് കൊടുക്കുന്നില്ല. രാമകൃഷ്ണനെ പിടിച്ചോട്ട്, രാമകൃഷ്ണൻ തൂക്കിക്കൊന്നോട്ട്, രാമകൃഷ്ണൻ ജീവരെന്ന് ശിക്ഷിച്ചോട്ട്, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. 80 ലക്ഷം രൂപ ഈ കുടുംബത്തിൽ ചെന്ന് അക്കൗണ്ടിൽ ചെന്നാൽ മാത്രമേ കരാർ ഒപ്പിടൂ. അതിൻ്റെ അടിസ്ഥാനത്തിലേ കരാർ നടപ്പാവൂ.